ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായിൽ സ്നേഹിതരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന്. തീർച്ചയായിട്ടും ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ബലിയർപ്പണമാണ് അവൻ്റെ മുന്നോട്ടുള്ള ആത്മീയ ജീവിതത്തിൽ ഊർജം പകരുന്നതെന്നും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളുടെ ജീവിതത്തിലെ ഏറ്റവും കേന്ദ്ര ബിന്ദുവാണ് പരിശുദ്ധ കുർബാനയെന്നും നാം കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ യേശുനാഥൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന്. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ് വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ, ആ വിശുദ്ധ കുർബാന എങ്ങനെയാണ് കടന്നു വന്നത്? അല്ലെങ്കിൽ യേശുനാഥൻ നമുക്ക് വേണ്ടി എങ്ങനെയാണ് സ്വയം ബലി അർപ്പിക്കപ്പെട്ട് പരിശുദ്ധ ബലിയായി നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് തന്നത് എന്ന് നമ്മൾ ധ്യാനിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ദൈവത്തോടുള്ള നമ്മോടുള്ള സ്നേഹത്തിൻ്റെയും ആ സ്നേഹത്തിൻ്റെ ഏറ്റവും മൂർച്ഛന്യാവസ്ഥയായ അവിടുത്തെ കാരുണ്യത്തിൻ്റെയും ഫലമായിട്ടാണ് വിശുദ്ധ ബലിയായിട്ട് യേശുനാഥൻ തന്നെ അർപ്പിച്ചത്. ആദ്യം സ്നേഹം കാരുണ്യത്തിലേക്ക്, അല്ലെങ്കിൽ കരുണയിലേക്ക്, ഇനി ഈ കരുണ ബലിയിലേക്കാണ് അവനെ നയിച്ചത്. തീർച്ചയായിട്ടും യേശുനാഥൻ ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. ഏതെങ്കിലും രോഗം വരുമ്പോൾ ഡോക്ടർമാർ പറയും അത് വേരോട് എടുത്ത് കളയേണ്ടതുണ്ട് എന്ന്. ചികിത്സ വേരോടുകൂടെ ആ രോഗത്തെ എടുത്തു മാറ്റാനാണ്, അല്ലാതെ ആ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ മാത്രം എടുത്ത് കളയുക എന്നുള്ളതല്ല. എന്ന് പറഞ്ഞതുപോലെ വിശുദ്ധ കുർബാനയും വിശുദ്ധ ബലി എന്ന് പറയുന്നതും അതിൻ്റെ അടിവേരെന്ന് പറയുന്നത് സ്നേഹം, ശേഷം കരുണ, പിന്നെ പ്രവൃത്തി, അതാണ് വിശുദ്ധ ബലി. ആയതിനാൽ ആണ് യേശുനാഥൻ ഇപ്രകാരം പറയുന്നത്, ബലിയായിട്ട് അല്ലെങ്കിൽ ബലിയർപ്പണം മാത്രമായിട്ട് കാര്യമില്ല, അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണോ അത് നിങ്ങളിൽ പ്രായോഗികമാകണം. അപ്പോഴാണ് ഒരു ബലിയർപ്പണം യഥാർത്ഥ ബലിയർപ്പണമായിട്ട് മാറുന്നത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് വേണ്ടി തന്നെ ബലിയാടായിട്ട് നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, ആ ബലിയിൽ നമ്മൾ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ, ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്തിനാണ്? ഈ ബലിയല്ല, മറിച്ച് സ്നേഹമാണ്, കരുണയാണ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ യേശുനാഥൻ പഴയ നിയമത്തെ ലാഘവത്തോടെ കാണുന്നു എന്ന് ചിലരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവാം. എന്നാൽ ഇത് ലാഘവത്തോടെ കാണുന്നതല്ല, മറിച്ച് ഈ നിയമങ്ങളെ കടിച്ചു തൂങ്ങി നിൽക്കുകയും ഒപ്പം ഈ നിയമങ്ങളുടെ അന്തസ്സത്ത അറിയാതെ പോവുകയും ചെയ്യുന്നവരോടാണ് യേശുനാഥൻ ഈ നിയമത്തെക്കുറിച്ച് ഇപ്രകാരം പറയേണ്ടതായിട്ട് വരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ ആകരുത് എന്നുള്ളതാണ് നമ്മുടെ ആത്മീയ വിശ്വാസത്തിൽ നമ്മൾ ആഗ്രഹിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. ആദ്യം ഈ ബലിയർപ്പണം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കി, അത് സ്നേഹമാണ്. ഇനി ആ സ്നേഹം പ്രകടമാകുന്നത് കാരുണ്യത്തിലൂടെയാണ്, കരുണയിലൂടെയാണ്. അപ്പോഴാണ് നമ്മുടെ പ്രവൃത്തികളിലൂടെ നമ്മളും ബലിയാടുകളായി മാറുകയും ഉദ്ധിതൻ്റെ ആ കൃപയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതും. ഈ കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.